ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ ആഘാതം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വരും. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ഇതിൽ എത്ര സ്ഥാനത്ത് വരുമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. 10ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ അയക്കുന്ന ഒരു രാജ്യം ബംഗ്ലാദേശാണ്. അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ജോലിയെ ബാധിക്കും. 9ാം സ്ഥാനത്തുള്ളത് ഈജിപ്ത് ആണ്. യുദ്ധ കാരണം സൂയിസ് കനാലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ഈജിപ്തിന്റെ വരുമാനത്തെ തകർക്കും. 8 തുർക്കി. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമാണ് തുർക്കി. അതുകൊണ്ട് ഇരുഭാഗത്തുമുള്ള അസ്ഥിരത തുർക്കിയെയും ബാധിക്കും. 7ാമത് വരുന്നത് UAE ആണ്. ഹോർമസ് കടലിടുക്ക് അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചാൽ UAEയുടെ കയറ്റുമതിയുടെ 90% നിലച്ചു പോകും. 6 സൗദി അറേബ്യ. വലിയ എണ്ണ ഉൽപാദന രാജ്യമാണെങ്കിലും മിഡിൽ ഈസ്റ്റിനെ വലിയൊരു സാമ്പത്തിക ശക്തിയാക്കാനുള്ള സൗദിയുടെ മോഹങ്ങൾക്ക് യുദ്ധം വലിയ തിരിച്ചടിയാകും. 5 സൗത്ത് കൊറിയ. എനർജി ഇറക്കുമതിയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യമായതുകൊണ്ട് തന്നെ എണ്ണ ലഭ്യത കുറഞ്ഞാൽ ഇവരുടെ വ്യവസായ മേഖല തകരും. 4 ജപ്പാൻ. തങ്ങൾക്ക് ആവശ്യമായുള്ള 80% ഇന്ധനവും ജപ്പാൻ ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദിനംപ്രതി കൂടുന്ന ക്രൂഡ് ഓയിലിന്റെ വില കാരണം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ തകരും. 3ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. വലിയൊരു കയറ്റുമതി രാജ്യമായ ജർമ്മനിക്ക് വ്യാപാര പാതകൾ അടയ്ക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായേക്കാം. 2ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണയുടെ 60 മുതൽ 65% ഹോർമസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. കൂടാതെ ഇറാനിൽ ഇന്ത്യ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം ഈ യുദ്ധത്തിലൂടെ പ്രതിസന്ധിയിലാകും. 1ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ചൈന ഇറാനുമായി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ചൈന അവരുടെ കറൻസിയായ യുവാൻ ഉപയോഗിച്ച് ഇറാനിൽ നിന്ന് 80 മുതൽ 90% വരെ ഓയിൽ വാങ്ങിയിരുന്നു. യുദ്ധം വന്നതോടെ ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഇപ്പോൾ ഈ രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തകർച്ച നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ യുദ്ധം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യോ അതോ ഇറാൻ തോൽവി സമ്മതിക്കുമോ? കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.